എനിക്ക് എന്ത് പറയാനുമുള്ള ഫ്രീഡം അമ്മയാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ മക്കൾക്കും. ശരിക്കും അവർക്കും ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ്. പക്ഷെ എന്നാൽ പോലും അവർ എൻ്റെ അടുത്ത് ഒന്നും ഒളിച്ചു വെക്കൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആദ്യം എന്നെയാണ് ടെക്സ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഫ്രീഡം ഞാൻ അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യും. നമ്മളൊരു ആൻറ്റീക്കാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തുകയും ചെയ്യും. അമ്മ ഒന്നും അറിയില്ല എന്നായി പോവും. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഈ വാക്കുകളില്ലേ, ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിലെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എൻ്റെ മോൻ തന്നെയാണ് അതിൽ ഇൻസ്റ്റയിലൊക്കെ എന്നെ അക്കൗണ്ടൊക്കെ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് വല്ലപ്പോഴൊക്കെ ഒന്ന് ഇടും. അമ്മ എന്താ ഇടാത്ത? ഞാൻ പറഞ്ഞാൽ എനിക്ക് അത്രയല്ലോ ഇടാം, നീ റീലൊക്കെ ഇടണം. ഞാൻ പറഞ്ഞു ആ റീലൊക്കെ ഇടാനൊക്കെ എനിക്ക് അങ്ങനെ ഞാനൊക്കെ നോക്കിയതാ. ഞാൻ പറഞ്ഞു പിന്നെ എയർപോർട്ടിൽ പോയിട്ട് ഓരോരുത്തർ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ ഞാനും ട്രൈ ചെയ്തു. പക്ഷെ ഞാനിങ്ങനെ എടുത്തിട്ട് ഞാൻ സ്വയം സംസാരിക്കാൻ വിചാരിച്ചു അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നു. ഞാൻ പതുക്കെ ഫോൺ എടുത്ത് മാറ്റി. ഞാൻ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവർ സെപ്പറേറ്റ് ആ ഒരു ധൈര്യം വേണം. അവരെ ഞാൻ സെല്യൂട്ട് ചെയ്യുന്നു. അതൊരിക്കലും നമ്മളായിട്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ചെയ്യരുത്. വൃത്തികേടല്ലേ എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. സോ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും തുടങ്ങില്ല, എനിക്ക് തോന്നുന്നില്ല. തുടങ്ങാൻ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്യാതിരിക്കും. പക്ഷെ എനിക്ക് സ്വയം ചെയ്യാൻ ഇതേവരെ തിങ്ക് ചെയ്തിട്ടില്ല. അന്വേഷണിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കേരളത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട്. അതാരാ? മകളെ പോലെ കരുതുന്ന ഒരാൾ. അതാരാണ്? അഹാന കൃഷ്ണ. ആഹാനെയോ? അതെ അതെ, അവളും പിന്നെ ഇപ്പോഴും കംപ്ലീറ്റ് എല്ലാത്തിനും ഇത് ഷി വിൽ കോൺടാക്ട് മീ. നിങ്ങൾ ഭയങ്കര സിംഗായിരുന്നു ഞണ്ടുകളുടെ നാട്ടിൽ. അതല്ലേ അവളെപ്പോഴും പറയുന്നത്. അവള് കൊച്ചു വാവയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങള് കുതിരകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളുടെ അമ്മയും അച്ഛനും മറ്റേ അവിടെ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൊരു മോള് കൊച്ചു വേണം എന്ന് പറഞ്ഞ് ഒരു സീനിൽ വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവള് ഭയങ്കര കരച്ചിലായിപ്പോയി. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇന്നും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ അമ്മയുടെ മോളായിട്ട് തന്നെ ഞാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എപ്പോഴും പറയും ഒന്ന് എൻ്റെ റിയൽ അമ്മ, ഒന്ന് എൻ്റെ റിയൽ അമ്മ എന്ന് ഇപ്പോഴും പറയുന്നതാണ്. ഞാൻ റിയൽ അമ്മ, ഞണ്ടുകളുടെ നാട്ടിലെ അമ്മയായിരുന്നു. മറ്റേത് അവളുടെ റിയൽ അമ്മ സിന്ധു. അതുപോലെ സോ അവളിപ്പോഴും ഭയങ്കര സ്നേഹമാണ്. പിന്നെ പിന്നെ കാണാറുണ്ട് അവരുടെ അപ്ഡേറ്റ്സ്. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ അവളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവൾക്ക് ലൈക്ക് ചെയ്യും, അല്ലെങ്കിൽ അവൾക്ക് DM ചെയ്യും, എല്ലാം ചെയ്യും. DM ഒക്കെ ചെയ്ത ഞാൻ പറഞ്ഞില്ലേ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുവാന്ന്. അല്ല അപ്പൊ ഇപ്പത്തെ പ്രണയങ്ങൾ, ഇപ്പോഴത്തെ റിലേഷൻഷിപ്സിലൊക്കെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ലവ് മാത്രമൊന്നുമല്ല, ഇന്ന് കുറെ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് സിറ്റുവേഷൻഷിപ്സ് ഉണ്ട്. കേൾക്കുമ്പോൾ എന്തോ പോലെ. സിറ്റുവേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എനിക്ക് ഏകദേശം അറിയാം. അതായത് നമ്മുടെ ഒരു സിറ്റുവേഷനിലാണ്, പക്ഷെ നമ്മൾ ആ സിറ്റുവേഷൻ എന്താന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ടേംസ് ഒക്കെ കേൾക്കുമ്പോ എന്താ ഫീൽ ചെയ്യുക? എനിക്കിഷ്ടല്ല. ഐ മീൻ ഇറ്റ്സ് സോ കൺഫ്യൂസിങ്. അതെന്തുവാ അത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. അല്ല ഇന്നത്തെ പിള്ളേർക്ക് അറിയായിരിക്കും എന്തൊക്കെയാണ് അവർക്ക്, അതാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഇപ്പൊ ദേ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ് എന്നൊരു സിറ്റുവേഷൻ ആയി തുടങ്ങി. അവർക്ക് എന്തുകൊണ്ട് നമ്മൾ ഈ ലീഗൽ വഴി മാരേജ് ഒക്കെ ചെയ്താൽ പിന്നെ ഡൈവോഴ്സ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ തൊട്ടത്തിനും പിടിച്ചതും ഡൈവോഴ്സ് ആയിട്ടല്ലേ ചിന്തിക്കുകയുള്ളൂ. ബിക്കോസ് ദേ ക്യാൻ നോട്ട് ടേക്ക് ഇറ്റ്. അവർക്ക് ആ ഒരു ഇൻസൾട്ടോ എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം മുറിപ്പിച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റേ വിത്ത് യു എനിമോർ, ഐ വോണ്ട് ടു ലീവ് എന്ന് പറയുമ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് ലീഗൽ ആയിട്ട് നടത്തി കഴിഞ്ഞാൽ പിന്നെ ലീഗലിറ്റിൽ മൊത്തം പോണ്ടേ, കോടതി വഴിയൊക്കെ അല്ലേ നമുക്ക് ഡിവോഴ്സ് കിട്ടുള്ളൂ. മറ്റേത് ലിവിനോ അല്ലെങ്കിൽ അതുപോലെ സിറ്റുവേഷൻഷിപ്പോ ഒക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് പ്രശ്നമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ് എന്ന്. അതാണ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് കുഡ് ബി വൺ ഓഫ് ദ റീസൺസ്. കാരണം ഇന്നത്തെ പണ്ടത്തെ ആൾക്കാരുടെ പോലെ ഒന്നും ക്ഷമ ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങളെ പോലെയുള്ള ക്ഷമ അടുത്ത ജനറേഷനില്ല. സോ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഇസ് വൺ കേസ്. പക്ഷേ എൻ്റെ ചേട്ടന്മാരുടെ മക്കളുണ്ട്, അവരുടെ കല്യാണം കഴിച്ചതാണ്. ദ വേ ദേ ആർ ലീഡിങ് ദെയർ മാരിഡ് ലൈഫ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഹൗ ഇന്നത്തെ ജനറേഷൻ ജീവിക്കണം എന്ന്. കാരണം അവർ ആസ് മാരിഡ് കപ്പിൾസ് അവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, പരസ്പരം ട്രസ്റ്റ്, പരസ്പരം റെസ്പെക്ട്, പരസ്പരം ദേ നോ കോൺവെർസേഷൻ ഉണ്ടാവണം. നീ എന്താ ചെയ്യുന്ന ലൈഫിൽ ദേ ഷുഡ് നോ അബൌട്ട് ഈച്ച് അതർ. ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ യെസ് ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണ്, ഇഫ് നിങ്ങൾക്ക് മാരേജിനോടും ഇതിനോടും ഒക്കെ കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചേട്ടന്മാരുടെ ലൈഫ് നിങ്ങൾ ടേക്ക് ഇറ്റ് ആസ് എൻ എക്സാമ്പിൾ ആൻഡ് സീ ഹൗ ദേ ആർ ലിവിങ്. അങ്ങനെയും ഉണ്ടടാ എന്ന് പറയും. മനസ്സിലായില്ലേ? സോ ബിക്കോസ് യു ക്യാൻ ലീഡ് എ ലൈഫ് ലൈക്ക് ദാറ്റ്. അതാണ്.
ഇപ്പോൾ ടൈം മെഷീൻ എടുത്തിട്ട് പണ്ട് പോകാൻ പറ്റാന്ന് വിചാരിച്ചോ, അന്ന് ഇപ്പോൾ ഒരാളോട് ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ ബാഗേജസ് ഒന്നും വേണ്ട, നമുക്ക് കല്യാണം കഴിക്കണ്ട, ഒരുമിച്ച് ജീവിക്കാം, അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ശാന്തികൃഷ്ണൻ അത് ചൂസ് ചെയ്യായിരുന്നു ആ സമയത്ത്? അന്നൊക്കെ നമ്മൾ ടൈം മെഷീനും കൊണ്ട് നമ്മൾ പണ്ടത്തെ പോയി കഴിഞ്ഞാൽ ആ തോട്ട് പ്രോസസ്സിലേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഓ, അതും ശരിയാണല്ലോ. അന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര ഇപ്പൊ എൻ്റെ അമ്മയും അച്ഛനൊക്കെ എത്ര വർഷത്തിന്റെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഇന്ന് എപ്പോഴെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ട്. 60 വർഷമായി കല്യാണം കഴിഞ്ഞ്, 70 വർഷമായി കല്യാണം കഴിഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ അന്നൊക്കെ അവർക്ക് വേറെ ഒരു മാർഗവും ഇല്ല. അവർക്ക് സ്റ്റഡീസ് വൈസും അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പാടില്ല, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കുക, വീട്ടിൽ ജോലി ചെയ്യുക, അങ്ങനെയൊക്കെ മാത്രം പഠിപ്പിച്ച് വിടുന്നതും നാച്ചുറലി അവർക്ക് എന്തുണ്ടെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ദേ ഹാവ് ടു ലിവ് ദാറ്റ് ലൈഫ്. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിൽ വരുമ്പോൾ നാച്ചുറലി നമുക്ക് അതല്ലേ ചിന്തിക്കാൻ പറ്റൂ. അപ്പം നമുക്ക് കല്യാണം കഴിക്കാതെ ലിവിനോ കൊല്ലില്ലേ അതുപോലൊക്കെ. അപ്പോൾ അത് ഐ ഡോണ്ട് തിങ്ക് നമ്മൾ അങ്ങനത്തെ ചിന്ത വരുമായിരുന്നു. എനിക്ക് ആ സമയത്ത് കല്യാണം തന്നെ ആയിരുന്നുണ്ടാവും. ബട്ട് ഇപ്പോഴത്തെ തോട്ട് നമുക്ക് വരുന്നത് ഈ ഒരു ഫ്രീഡം ഒക്കെ പെണ്ണുങ്ങൾക്ക് വന്നതിന് ശേഷമാണല്ലോ. ഇപ്പൊ ആർഗ്യൂ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പലതും നമുക്ക് ആൾക്കാർ പറയാം, അതാരാ ഫ്രീഡം കൊടുക്കുന്നത്, മനസ്സിലായല്ലോ. ഇപ്പൊ ആണും പെണ്ണും ഈക്വൽ ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ എവിടെ നിന്ന് കിട്ടി, ആരാണ് ഈ ആണുങ്ങൾക്ക് ഈ ഇത് കൊടുത്തത്, പവർ, ദാറ്റ് നിങ്ങള് പെണ്ണുങ്ങളെ കൺട്രോൾ ചെയ്യേ എന്ന്. അപ്പൊ നീ ആരാ, അപ്പൊ അങ്ങനെ ചോദ്യം വരാൻ തുടങ്ങി. അങ്ങനെയുള്ള നീ ആരാ എനിക്ക് ഫ്രീഡം തരാൻ, നീ ആരാ എൻ്റെ അടുത്ത് അങ്ങോട്ട് പൊയ്ക്കോളാൻ പറയാൻ, ഞാൻ നിന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെർമിഷൻ തന്നാലേ എനിക്ക് പോവാം. സി ദിസ് ഇസ് ഹൗ ദ പീപ്പിൾ സ്പീക്ക് നൗ. ആർഗ്യുമെന്റ്സ് ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ ആരും കോംപ്രമൈസ് ചെയ്യത്തില്ല. ഞാൻ അങ്ങ് പോയിട്ട് വരാട്ടോ, ഓക്കെ എന്ന് ആയിരിക്കണം. കാരണം ആണുങ്ങൾ പോകുമ്പോൾ പെണ്ണുങ്ങൾ ഒക്കെ പറയുന്നില്ലേ, അപ്പൊ എന്തുകൊണ്ട് പെണ്ണുങ്ങൾ പോകുമ്പോൾ ആണുങ്ങൾക്ക് എന്താ ട്രസ്റ്റ് ഇല്ലാത്തത് എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഐ ഫീൽ ലൈക്ക് ഐ സെഡ് എക്സാമ്പിൾസ് ഞാൻ കണ്ടിട്ടുമുണ്ട് അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹു ഹാവ് ഓൾവേസ് ദിസ് വേ ആൻഡ് ഐ റെസ്പെക്ട് ദം. ഇങ്ങനെ ഈ ഇക്വാലിറ്റി, ദ വേ ദേ കമ്മ്യൂണിക്കേറ്റ്, ഇതൊക്കെ ഞാൻ പറയും, ഇതുപോലെ നമുക്ക് ബുദ്ധി വന്നില്ല ആ സമയത്ത്, അത് വേറെ കാര്യം. അപ്പം ഞാൻ പറയാം അതുപോലെ ആണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ്. ഈ ലൈം ലൈറ്റ് മിസ് ആവുന്ന പോലെ ഫീൽ ചെയ്തിരുന്നു. അപ്പം രണ്ടാമത്തെ വരവിലും കുറച്ചധികം പടങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ യു വെന്റ് ടു എ ഹോം മേക്കർ സോൺ, കുട്ടികളൊക്കെ നോക്കി, വീടൊക്കെ നോക്കി, അത് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തൊരു ചോയ്സാ. അത് ആ സമയത്തും പോയി പടം ചെയ്തിരുന്നെങ്കിലോ, അങ്ങനെ ഏണിങ് ചെയ്തിരുന്നെങ്കിലോ, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു? എൻ്റെ ലൈഫൊക്കെ ജസ്റ്റ് ഹാപ്പൻഡ്. എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാനായിട്ട് ഒരു പ്ലാൻ ഇല്ല, നോ വേ. കാരണം പറഞ്ഞ പോലെ സിനിമ പോലും എനിക്ക് ഇങ്ങനെ വന്നതാണല്ലോ. ഞാനായിട്ട് ആരോടത്തും പോയി ചോദിക്കുകയെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ചാൻസ് ചോദിച്ചു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓഡീഷൻ എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല പണ്ടൊക്കെ. സോ അങ്ങനെ ഒരു പടം കഴിഞ്ഞു, അടുത്ത പടം വന്നു, ഇങ്ങനെയായിരുന്നു. സോ അതിൻ്റെ ഒരു കരിയറായിട്ട് കരിയർ മീൻസ് ആ സമയത്ത് ഒരു 4-5 പടം ചെയ്തു, പിന്നെ വേണ്ടെന്നായി, കല്യാണം കഴിഞ്ഞു, പോയി, പിന്നെ വീണ്ടും വന്നു, പിന്നെ വീണ്ടും സിനിമയായി. അപ്പോൾ കുറച്ച് പടങ്ങൾ വന്നു, ചെയ്തു. ഒരിക്കലും ഞാൻ ഈ പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ദിവസം ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവുക, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അത് കഴിഞ്ഞു, വേറെ ആൾ എൻ്റെ ജീവിതത്തിൽ വന്നു, അപ്പോൾ പിന്നെ കല്യാണം കഴിച്ചു, പിന്നെ പോയി, അമേരിക്കയിലായിരുന്നു, പിന്നെ കഴിഞ്ഞു ബാംഗ്ലൂരായി, പിന്നെ പിള്ളേർ വന്നതിന് ശേഷം അവരുടെ കൂടെ ആയി. സോ ഐ വാസ് ലൈക്ക് ലിറ്ററലി ഒരു ടിപ്പിക്കൽ അമ്മ. അവരെ പോയി പിക്ക് ചെയ്യുക, വരിക, പിന്നെ PTA അറ്റൻഡ് ചെയ്യുക, അവരുടെ സ്കൂളിങ്സ്. സോ ഒരിക്കലും ആ സമയത്ത് ഞാൻ എനിക്കിപ്പോൾ അത് പടം കിട്ടിയിരുന്നെങ്കിൽ ചിന്തിച്ചില്ല. ഓഫേഴ്സ് വന്നു, ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല സർ ഞാനിപ്പോൾ അഭിനയിക്കുന്നില്ല, അങ്ങനെ തന്നെയായിരുന്നു.